ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മാമ്പഴമൊക്കെ കിട്ടുന്ന സീസണായി തുടങ്ങിയില്ലേ. ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് മാമ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചി കുറച്ച് മാമ്പഴം കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ ഓർത്തു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ മാമ്പഴക്കറിയൊക്കെ വയ്ക്കാനായിട്ട് എപ്പോഴും ചെറിയ സൈസിലുള്ള ഒരു മാമ്പഴമാണ് നല്ലത്. ഇനി അത് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് വലിയ മാമ്പഴം കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിത് കിട്ടിയ സ്ഥിതിക്ക് ഞാനൊരു 8 മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് അത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം തൊണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ പുളിശ്ശേരി ഐറ്റംസ് വേറെ 2 മുൻപ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റംബുട്ടാൻ്റെ സീസൺ സമയത്ത്, അത് നമ്മുടെ വീട്ടിലുണ്ടായ റംബുട്ടാനായിരുന്നു. അത് വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, റംബുട്ടാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, റംബുട്ടാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ പപ്പായ വെച്ചിട്ടാണ് രണ്ടാമത്തെ പുളിശ്ശേരി ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഒരുപാട് ഒത്തിരി ഒന്നുമല്ല, കുറച്ച് ഐറ്റംസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ദാ ഞാൻ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് തൊണ്ട് കളഞ്ഞ് വേവിക്കാൻ വയ്ക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഈ മാമ്പഴക്കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദാ ഞാൻ കുക്കറിലാണ് വെച്ചത്. നമുക്കത് വെറുതെ വേവിച്ചാലും മതി കേട്ടോ, വിസിൽ വരുത്തണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് 1 വിസിൽ കൊടുക്കും. അതിലേക്ക് ഒരു 6 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, ഉപ്പുപൊടി. മുളക് പൊടി ചിലർ ചേർക്കാറില്ല, അത് ഓപ്ഷണലാണ്. അതിന് പകരം അതിനും കൂടിയും ചേർത്തിട്ട് പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അത് ചേർത്താൽ മതി. ഇത് അധികം എരിവുള്ള പച്ചമുളകായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. അപ്പോൾ അത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ, ഒരു നുള്ള് ജീരകം, കുറച്ച് കുരുമുളക്. അതും ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ആ അരപ്പ് നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. ഞാനിവിടെ കുക്കറിലാണ് വെച്ചതെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ ഒരൊറ്റ വിസിൽ വരുത്തിയിട്ട് അതങ്ങനെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത്. കുക്കറിൽ വയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, വെറുതെ നമ്മൾക്ക് വേവിക്കാം പാത്രത്തിൽ വെച്ചിട്ട്. അതിന് മാമ്പഴത്തിനൊന്നും അധികം വേവൊന്നും കാര്യങ്ങളും വരുന്നില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നീടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുമ്പോൾ തീയൊക്കെ കുറച്ചിടുക. തീ നമുക്കിത് പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മോര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെന്ന് നോക്കുക. പിന്നെ പുളിയും ഓരോ തൈരിനും ഓരോ ഇതാണല്ലോ, ചിലതിന് പുളി കുറവായിരിക്കും, കൂടുതലായിരിക്കും. അതൊക്കെ നമുക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് പഞ്ചസാരയാണ്, അതും ഓപ്ഷണലാണ്. പിന്നെ ചിലർ ഇതിൽ ശർക്കര ചേർക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ശർക്കര ചേർക്കാറില്ല. അങ്ങനെ വേണമെന്ന് തോന്നിയ ഒരു പിഞ്ച് പഞ്ചസാരയെ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും മുളകും മധുരവും ഒക്കെ കണക്കാണ്. മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു കേട്ടോ. ഇനി നമുക്കത് വറുത്തിടേ വേണ്ടൂ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, കൊല്ലമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി. വളരെ ഈസിയാണ്, ഒട്ടും സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മാമ്പഴം വെച്ച് മാത്രമല്ല പഴുത്ത പപ്പായ വെച്ചിട്ട് ചെയ്യാം, റംബുട്ടാൻ വെച്ചിട്ട് ചെയ്യാം. റംബുട്ടാനൊക്കെ നമുക്ക് ആ സീസണൽ സമയത്തേ കിട്ടുള്ളൂ, അത് വീട്ടിലൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാശൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റുണ്ട് റംബുട്ടാൻ ഫ്രൂട്ടിനൊക്കെ. പിന്നെ ചിലർ പഴം വെച്ച് ചെയ്യും, അങ്ങനെ പലതും വെച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അവസാനിക്കുകയാണ്. ഈ നമ്മുടെ ചാനലിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ പലതരം പ്ലേലിസ്റ്റുകളുണ്ട്, സോങ്സ് ഉണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, കുറച്ചൊക്കെ കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. പിന്നെന്താണ്, ഇനിതാ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ഈ ചാനൽ തുടങ്ങിയത് ഗാർഡനിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അത് ഇടക്കാലം കൊണ്ടൊന്ന് സ്റ്റോപ്പായി പോയിരുന്നു. ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസെൻ്റായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും അത് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇനി കൂടുതൽ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.